ജീവനെ സുന്ദരി കണ്ണാലൊരു സേരി സൊല്ലടി ഇന്നാൾ നല്ല തേതി. മലയാള സിനിമാ സംഗീതത്തെ സാന്ദ്രമാക്കുന്ന രണ്ട് യുവപ്രതിഭകളാണ് JB ജംഗ്ഷനിൽ അതിഥികളായി വരുന്നത്. തനതായ ശബ്ദവീചികളിലൂടെ മലയാളികളുടെ നെഞ്ചിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സിത്താര കൃഷ്ണകുമാറും സച്ചിൻ വാര്യരും. ഇരുവരെയും നമുക്ക് സന്തോഷപൂർവ്വം JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. സുന്ദരി കണ്ണാലൊരു സേതി സൊല്ലടി ഇന്നാൾ നല്ല തേതി. என்னையே தந்தேன் உனக்காக ஜென்மமே கொண்டேன் அதற்காக. நான் உன்னை நீங்க மாட்டேன், நீங்கினால் தூங்க மாட்டேன். சேர்ந்ததே நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேரி சொல்லடி இந்நாள் நல்ல தேதி. என்னையே தந்தேன் உனக்காக ஜென்மமே கொண்டேன் அதற்காக. എന്താ സിത്താര ഇത് കയ്യിലിങ്ങനെ ഒരുപാട് ചോദിച്ചേക്കുന്നത്? അടുത്ത കൈ പോട്ടെ. അതാണ് ഫിലോസഫിക്കലാട്ടോ ഈ പിള്ളേര് ചോദിക്കാൻ പോകുന്ന അറിയാം. ആ കിലുക്കത്തില് രേവതിയോട് മോഹൻലാൽ സച്ചിൻ സിത്താര നിങ്ങളെ രണ്ടുപേരെയും JB ജംഗ്ഷനിൽ അധികമായി കിട്ടുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മൾ രണ്ടാമത്തെ പക്ഷെ ആ വട്ടം കണ്ടപ്പോൾ സച്ചിനോട് ചില വാക്കുകളൊക്കെ പറഞ്ഞിരുന്നു, വാഗ്ദാനങ്ങൾ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബ്രിട്ടാ സാർ ഞാൻ വരുന്നത് ഒറ്റയ്ക്കായിരിക്കില്ല, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടാവും. ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആളെ കുറിച്ചായിരുന്നില്ല പറഞ്ഞു. സിത്താര, സച്ചിൻ, നിങ്ങൾ രണ്ടുപേരും മലപ്പുറംകാരല്ലേ? ഞാൻ ജനിച്ച വളർന്നതും കോട്ടക്കലാണ്, മലപ്പുറത്ത്. സിത്താര മലപ്പുറത്താണ് ജനിച്ചെങ്കിലും കോഴിക്കോടിന്റെ ഒരു ഉൽപ്പന്നമായിട്ടാണ് അറിയാം. അത് ബോർഡറിലാണ് സാർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഒരു സ്റ്റോപ്പ് അപ്പുറം കോഴിക്കോട് ജില്ല തുടങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ എയർപോർട്ടൊക്കെ എയർപോർട്ട് യൂണിവേഴ്സിറ്റി. അതെ അതെ, ഒരു നോമാൻസ് ലാൻഡ് ആണ് അത്. കോഴിക്കോടുകാർക്ക് അവകാശപ്പെട്ടതും മലപ്പുറംകാർക്ക് അവകാശപ്പെട്ടതുമായ ഒരു സ്ഥലമാണ്. നിങ്ങളെ പേരോടും സംസാരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ. എനിക്ക് എന്തെങ്കിലും ഒരു ചോദ്യം കിട്ടുമെന്ന് പോലും എനിക്ക് സംശയം. അത്രത്തോളം ജനബാഹുല്യം, പ്രളയമാണ് വരാൻ പോകുന്നത്. വരട്ടെ. ഒരു സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കമ്പോസ് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ഏത് രാഗത്തിൽ ഈ പാട്ട് ചെയ്യണമെന്നായിരുന്നോ അതോ ഏത് താളത്തിൽ ചെയ്യണമെന്നായിരുന്നു മനസ്സിൽ തോന്നിയത്? സിത്താരയുടെ ഗുരുനാഥന്മാരിൽ ഒരാളാണ്. അതെ, NP പ്രഭാകരൻ മാമ. അദ്ദേഹം ദേവരാജ മാസ്റ്റർ ശിഷ്യനാണ്. ഞങ്ങളെയൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തുള്ള കുറേ ചെറിയ കുട്ടികളെ അവിടെ കുട്ടികളുടെ ഗാനമേളാന്നും പിന്നെ കുട്ടികളുടെ കാസറ്റൊക്കെ ഇറക്കുന്നതിൽ ഒരു സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് കൊണ്ടുപോയിട്ട് റെക്കോർഡ് ചെയ്യിച്ചതൊക്കെ പ്രഭാകരൻ മാമനാണ്. എൻ്റെ അച്ഛൻ്റെ കൊലീഗും കൂടിയാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ്. ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ എറണാകുളത്ത് ആദ്യമായിട്ട് വന്ന് ശ്രീ ബിജു നാരായണൻ്റെ കൂടെ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ പ്രഭാകരൻ മാമയ്ക്ക് വേണ്ടിയിട്ടുള്ള റെക്കോർഡിങ്ങിനാണ്, വളരെ കുട്ടിയായിരിക്കുമ്പോൾ. അപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും ഞാൻ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ എപ്പോഴും പ്രഭാകരൻ മാമൻ പറഞ്ഞ ഓരോ പാഠങ്ങളും ആലോചിക്കാറുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും. പാട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം ഇന്ന രാഗത്തിൽ ചെയ്യണം എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കും ഞാനും മിഥുൻ ജയരാജ് എൻ്റെ സുഹൃത്തും കൂടിയാണ് സിനിമയിൽ കമ്പോസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു സിനിമ ഞാൻ ഒറ്റയ്ക്കും. അപ്പോൾ എനിക്ക് കിട്ടിയത് ആദ്യം വരികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വരികൾ ഏത് താളത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് സത്യത്തിൽ അപ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചോദ്യത്തിന് എനിക്ക് അതാണ് ഉത്തരമായിട്ട് തോന്നുന്നത്. പറയാനുള്ളത് ഈ ഗുരുക്കന്മാരിപ്പോൾ വിദ്യാർത്ഥികളോട് ചോദ്യം ചോദിക്കുന്ന ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നത്. സാധാരണ നേരം തിരിച്ചായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഷോകൾ വന്ന ശേഷം ഇപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഷോയിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിൻ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു അല്ലേ? പിന്നീട് കുറച്ചു കാലം സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്തു. ഒരു 3 വർഷം വർക്ക് ചെയ്തിരുന്നു, ചെന്നൈയിലും കൊച്ചിയിലുമായിട്ട്.
അത് കഴിഞ്ഞ് അപ്പോഴാണ് എൻ്റെ പ്ലേ ബാക്ക് സിംഗിങ് ഒക്കെ അധികവും നടന്നത്. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ കമ്പോസിങ് വേറെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് പതുക്കെ ജോലി വിടാനുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തി. ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ മ്യൂസിക് ചെയ്യണം എന്നുള്ളൊരു തോട്ടൊക്കെ വന്നു തുടങ്ങി. സംഗീതം മനസ്സിലെപ്പോഴും ഉണ്ട്. കുട്ടിക്കാലം തൊട്ടേ വീട്ടിലെപ്പോഴും മ്യൂസിക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം എപ്പോഴും ഒരു പാട്ട് എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും എന്നുള്ളായിരുന്നു. സിത്താരെ പോലെ ഓട്ടോറിക്ഷയിലാണോ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ ഓട്ടോറിക്ഷയിലും പോയി. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? എപ്പോഴും ബസ് മിസ് ചെയ്യുന്നോണ്ട് ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഓട്ടോയിൽ പോയിട്ടുണ്ട്, ജീപ്പിൽ പോയിട്ടുണ്ട്, ബസ്സിൽ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് ചോദിച്ചാണ്. സൈക്കിളിൽ പോകാൻ ശ്രമം നടത്തി, പക്ഷേ എത്തിയില്ല. സിത്താരയുടെ ഒരു ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, സിത്താര ഓട്ടോറിക്ഷ. നിറയെ എൻ്റെ അമ്മയുടെ ഫോണിലൊക്കെ എന്ത് ആവശ്യങ്ങൾക്കും വിളിച്ചു കഴിഞ്ഞാൽ യാത്രക്കാരനില്ലെങ്കിൽ പോലും സഹായിക്കുന്ന ഒരുപാട് ഓട്ടോറിക്ഷ യൂണിയൻ സിത്താരയുടെ കൂടെയാണ്. അതാണ് വരട്ടെ വരാറ്. സച്ചിനും എനിക്ക് ഒരു പ്രൊഫഷൻ വൈസ് ഞങ്ങൾക്കൊരു ബന്ധമുണ്ട്. ഞാനും സച്ചിനും മ്യൂസിക്കായിട്ട് റിലേറ്റഡ് അല്ലാത്തൊരു ഫീൽഡിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സച്ചിൻ ആസ് സോഫ്റ്റ്വെയർ എൻജിനീയറാണ്, ഞാൻ HR ആയിട്ടും. അപ്പോൾ സച്ചിനെ കാണുന്ന ടൈം തൊട്ട് ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് സോഫ്റ്റ്വെയർ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ തന്നെ സച്ചിൻ പറഞ്ഞിട്ടുണ്ട്, ആഡ്സ് ജിംഗിൾസ് എല്ലാം കമ്പോസും ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് അല്ലേ. എനിക്ക് തോന്നുന്നു സിംഗറായി കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷമായിരിക്കും. പക്ഷെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഇത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. As a software engineer, as a singer, as a music composer, what is the real passion, that is driving you? സച്ചിനെ പോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ടിൽ അതെ, പറഞ്ഞത് ഞങ്ങൾ പരിചയപ്പെടുമ്പോൾ ഒരു ഇൻഫോ പാർക്കിൽ തന്നെ വർക്ക് ചെയ്യുന്നെന്ന് തോന്നുന്നു. അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് എല്ലാം ഓരോ സംശയം ഉണ്ടായിരുന്നല്ലേ, കാലെടുത്ത് വെക്കണോ വേണ്ടോ? അത് സംശയം മാറ്റാൻ 3 വർഷം എടുത്തത്. കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലുണ്ട് മ്യൂസിക് ഒരു കരിയർ ആവാന്നുള്ള പണ്ടോട്ടെ ആഗ്രഹമാണ്. അതായത് ഈ സ്റ്റുഡിയോയിൽ പോയിട്ട് വർക്ക് ചെയ്യുക, അതായത് അവിടെ ഒരു ഫോർമാലിറ്റി എന്നൊരു സംഭവമില്ല. സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടുത്തെ മൈക്രോഫോൺസ്, അവിടുത്തെ എക്വിപ്മെന്റ് ഒക്കെ. അപ്പോൾ എൻ്റെ വാൾപേപ്പറൊക്കെ ഇതായിരുന്നു, ഈ സ്റ്റുഡിയോ എക്വിപ്മെന്റ് ഒക്കെ ആയിരുന്നു. നെറ്റിലൊക്കെ കിട്ടുന്ന കുറേ പിക്ചേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ സ്റ്റുഡിയോയിൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു. അപ്പം മ്യൂസിക് ഒരു കരിയറായി എടുക്കാൻ പറ്റുമോ എന്ന് അറിയാത്ത സമയത്തും ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ വല്ല കമ്പനീസിലും വർക്ക് ചെയ്യാമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സ്പീക്കർ ഡിസൈൻ ചെയ്യുന്ന കമ്പനീസോ അങ്ങനെ, അല്ലെങ്കിൽ പ്രിയാംസും അങ്ങനെ എക്വിപ്മെന്റ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടല്ലോ, അങ്ങനെ എഞ്ചിനീയറിംഗ് പഠിച്ച് ആ വഴി അങ്ങനെ ഇതിനായിട്ട് അസോസിയേറ്റഡ് നിൽക്കാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അറ്റ് വൺ പോയിന്റ്. പിന്നെയാണ് മ്യൂസിക് പതുക്കെ സംഭവിച്ചു തുടങ്ങി. ഒരു 3 വർഷം എടുത്തു. ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ആഡ്സ് ചെയ്തു തുടങ്ങി, കമ്പോസിങ് പതുക്കെ ചെയ്തു തുടങ്ങി. അപ്പൊ കുറച്ചുകൂടെ സമയമൊക്കെ വേണം, ധൈര്യം. അതെ, ആ ഒരു ധൈര്യം, ബാക്കിംഗ് വന്നു. സിത്താരയ്ക്ക് പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. വേറെ വളരെ കറക്റ്റായിരുന്നു. മ്യൂസിക് ഇല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ വേറെ പ്രശ്നം ഉണ്ടായിരുന്നു. സിത്താരയ്ക്ക് പ്രശ്നം വെച്ചാൽ സോഫ്റ്റ്വെയർ ആയിരുന്നില്ല, ഡാൻസ് ആയിരുന്നു. വരട്ടെ. പാട്ടും ഡാൻസും ഒപ്പം പോയ കുട്ടിയാണ് മോള്. എനിക്കത് അറിയാം. അതിൽ മോൾ എത്ര ആത്മാർത്ഥതയോടെ ചെയ്തിട്ടുണ്ടെന്നും എനിക്കറിയാം, ചെയ്യുമെന്നും അറിയാം. അപ്പോൾ എല്ലാവരും ചോദിക്കും പാട്ടിന് അവാർഡ് കിട്ടുമ്പോൾ, ടീച്ചർ എന്തുകൊണ്ടാണ് മോള് ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ മോളെന്താണെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞോളൂ, എല്ലാവരും കേൾക്കുമല്ലോ. എൻ്റെ ടീച്ചറാണ്. ഞാൻ 4 വയസ്സ് മുതലും ഡാൻസ് പഠിച്ചത് കലാമണ്ഡലം വിനോദ് ടീച്ചറുടെ കീഴിലാണ്. എനിക്കെൻ്റെ അമ്മയുടെയൊക്കെ ഒരു മണം ഉണ്ടാവില്ലേ സാർ, അത് നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. അമ്മ അടുത്തുകൂടെ പോകുമ്പോഴൊക്കെ നമുക്ക് അത്രത്തോളം പരിചിതമാണ് എനിക്ക് ടീച്ചറുടെ ഒരു വാസനയൊക്കെ. സിത്താര, ഒരു പക്ഷേ ഈ ചോദ്യത്തിന് മറുപടി പറയാം, പക്ഷെ ഒരാളും കൂടി ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരുമിച്ച് വേണമെങ്കിൽ പിടിക്കാവുന്നതാണ്. അതാണ് സിത്താര ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്കൊക്കെ അല്ലെങ്കിൽ ഒരു സിംഗിങ് പ്രൊഫഷനൊക്കെ ആക്കിയെടുത്ത് വരുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റ്, പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റ് പോലുള്ള പരിപാടികളിലെല്ലാം പങ്കെടുക്കുകയും കലാതിലകമാകുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം. അപ്പോൾ പാട്ട് പോലെ തന്നെ ഡാൻസും സിത്താരയ്ക്ക് വളരെ വശമുള്ള ഒരു കലാരൂപമാണ്. എന്തുകൊണ്ടാണ് ഡാൻസ് ഒരു മെയിൻ പ്രൊഫഷനാക്കി എടുക്കാതെ മ്യൂസിക്കിലേക്ക് തന്നെ തിരിഞ്ഞത്, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോകാതിരുന്നത് എന്താണെന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. വിനോദിനി ടീച്ചർ അല്ലേ? വിനോദിനി ടീച്ചറിന് ഒരു വിഷമമുണ്ട്. കുറെ ഡാൻസ് എല്ലാം പഠിപ്പിച്ചെങ്കിലും ഡാൻസിന്റെ പേരിലല്ല ഇപ്പൊ സിത്താര അറിയപ്പെടുന്നത്. ടീച്ചർ അത്രമാത്രം ടീച്ചർ എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഞാനും ഇട്ടിട്ടുണ്ട്. ഒരു ദിവസം 6-7 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളം അത്രയും ചെയ്തിരുന്നു ഡാൻസ്. പിന്നെ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ് സാർ. അത് ഈ പറഞ്ഞ മാതിരി കൈരളിയുടെ ഗന്ധർവ സംഗീതം തുടങ്ങി, മറ്റൊരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും പാട്ടിന് കുറച്ചും കൂടിയൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടോ
ക്ലാസിക്കൽ ഭരതനാട്യം കുച്ചിപ്പുടിയാണ് ഞാൻ ബേസിക്സ് മുതൽ പഠിച്ചിരിക്കുന്നത്. അത് അവതരിപ്പിക്കാനുള്ള വേദികൾ ആ സമയത്ത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒന്ന് കുറഞ്ഞു പോയി. ഇപ്പോഴും എനിക്കത് പറയാൻ ഭയങ്കര സങ്കടമാണ്, ഡാൻസ് ഞാൻ നിർത്തി എന്നുള്ളത്. എനിക്ക് നമ്മൾ ആരോഗ്യമൊക്കെ ഫുള്ള് പോണതിന് മുമ്പ് കുറച്ച് തവണയും കൂടി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. കേട്ടാ സച്ചിൻ, ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നമ്മുടെ മുകളിൽ വെച്ചേക്കുക. കൈരളിയിലെ ഗന്ധർവ സംഗീതത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വഴിതെറ്റി പോയതാണ്. വിനോദ ടീച്ചറെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ അത് അയ്യോ, നോക്കാൻ നല്ല എന്താ നോക്കാൻ ആ വഴിതെറ്റിയ മുഹൂർത്തങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. സച്ചിൻ എങ്ങനെയുണ്ട്? അല്ല ഞാൻ ആ ചേഞ്ച് നോക്കി, അത് കഴിഞ്ഞ ഉടനെ വന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഷോർട്ട് ഹെയർ ആയിട്ട് കംപ്ലീറ്റ്ലി കോൺഫിഡന്റ് ആയിട്ട് പാടുന്ന ആ ചേഞ്ച്. പക്ഷെ മുഖത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. വോയിസ് ഞാൻ റെക്കഗ്നൈസ് ചെയ്തത്. അതാ ഞാൻ ആലോചിച്ചത്. പെട്ടെന്ന് ഈ വോയിസ് കേട്ടിരുന്നെങ്കിലും എനിക്ക് മനസ്സിലായിരുന്നു സിതാരയുടെ വോയിസ് ആണെന്ന്. അത് +2 ഒക്കെ പഠിക്കുന്ന സമയത്താണ്, ഗന്ധർവ സംഗീതത്തിന്റെ ഫൈനലാണത്. അന്താളിപ്പണം അത്രയും വലിയൊരു ഓഡിയൻസിന്റെ ഒക്കെ മുമ്പിൽ നമുക്ക് കിട്ടാനുള്ള, സീരിയസ്ലി അതും ദാസാർ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സ്റ്റേജിന് നടുക്കിലേക്ക് ഇങ്ങനെ, കൈരളിയുടെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ മഹേഷ് പഞ്ചു ഒക്കെയാണ്, മഹേഷ് ചേട്ടനൊക്കെ സ്റ്റേജിലേക്ക് കയറ്റി വിടുമ്പോൾ എനിക്ക് ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കാണെന്നൊക്കെ ഒരു തോന്നലായിരുന്നു. ദാസേട്ട ഗ്രൂപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാൻ പോണ ദാസേട്ടൻ. ചെറിയ മുഹൂർത്തമല്ല, നോക്ക്. ഹരിഹരൻ ഒരുപാടാണ്. ഓ, ഒരു കൊച്ചു പാവാടക്കാരി വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പദവിയിലൊന്നും വലിയ സൂപ്പർ സ്റ്റാറിലേക്ക് എത്തി. കാണാനുള്ളതാണ് സ്വഭാവം ഒക്കെ. സ്വഭാവത്തിലും രൂപത്തിലും വലിയ മാറ്റം വന്നു. ഞാൻ കുറെ വർഷങ്ങളായിട്ട് കാണുന്നത് ഇതുപോലെ തന്നെയാണ്, പരിചയപ്പെട്ടപ്പോഴും ഇന്നും. പിന്നെ സിത്താര മാറി എന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് മുടിയുടെ മുകളിൽ ചില അഭ്യാസപ്പെട്ടൊക്കെ നടത്തും. അങ്ങനെ ചെയ്തതല്ല സാർ അത്. കൈ ഈ കവർ ചെയ്യാൻ ശ്രമിക്കുന്നൊക്കെ അതിന്റെ ഏത് ഭാഗത്തെ ചോദ്യം വരാതറിയാത്തോണ്ട്